ജനകീയ കോടതിയിലേക്ക് ഹാഷ്മി എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ വന്നത് ഞാൻ വെറും വിഡ്ഢിയായതുകൊണ്ടല്ല. ഞാൻ തമാശ പറഞ്ഞല്ല. ഞാനുമായി ഉണ്ടായ സംവാദത്തിൽ ഹാഷ്മിക്കുണ്ടായ ക്ഷീണം തീർക്കാൻ വേണ്ടി ഹാഷ്മി നെറുകേട് കാണിക്കുമെന്ന് എൻ്റെ അടുത്ത് പല സുഹൃത്തുക്കളും പറഞ്ഞു. ഞാനങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങളൊരു വൃത്തികെട്ടവനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ആ മാറ്റിപ്പറഞ്ഞ നിലപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്നൊന്നായി പൊളിച്ചിരുന്നു. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഹാഷ്മി പോയിക്കൊണ്ടിരുന്നത് എന്നെ ഒരു BJP കാരനാക്കി വരുത്തി തീർക്കുക എന്നുള്ളതായിരുന്നു. ശീലായിപ്പോയി, മാറ്റിക്കോളാം. ഹാഷ്മിക്ക് പൊള്ളുന്നത് ഹാഷ്മിയുടെ ഉള്ളിൽ കിടക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയം മറ്റൊന്നായതുകൊണ്ടാണ്. ഹാഷ്മി എന്നോട് ചോദിക്കുകയാണ് അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോന്നും. ഞാൻ തിരിച്ച് ഹാഷ്മിയോട് ചോദ്യം ചോദിച്ചു. ഞാൻ മാറ്റി പറഞ്ഞ 5 അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് പോകൂ ഹാഷ്മി എന്ന് പറഞ്ഞപ്പോ ഇതാ സാർ ഹാഷ്മി എടുത്ത വായിൽ പറഞ്ഞത് ബിഗ് ബോസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയില്ലേ എന്നുള്ളതാണ്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഹാഷ്മിക്ക് സാബു ജേക്കബിന്റെ കയ്യിൽ നിന്ന് എത്രയാണ് കിട്ടിയത്? കിറ്റെക്സ് ആണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലവിൽ 24 ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ കാര്യങ്ങളെങ്കിലും ഒന്ന് പുറത്തു വിടാനുള്ള മാന്യത നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു. ഉമ്മയുടെ ഭർത്താവ് തന്നെയാണ് ഹാഷ്മിയുടെ വാപ്പയെങ്കിൽ ലൈവായിട്ടൊരു പ്രോഗ്രാം നടത്തുക. കാരണത്തിനാല് പെടകൊള്ളാത്തതിന്റെ വിവരക്കേടാ താനീ പറയുന്നത്. ധൈര്യമുണ്ടെങ്കിൽ നീ വാ.